ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 9-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. ഭാഗം 1. ഞാൻ അവരെ ചൂളയിൽ ഒരുക്കി ശുദ്ധീകരിക്കും. എൻ്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയും ആയിരുന്നെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാരെ ഓർത്ത് ഞാൻ രാപകൽ കരയുമായിരുന്നു. മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു. വഞ്ചകരായ ഒരു കൂട്ടം അഭിചാരികളാണ് അവർ. വില്ലുപോലെയാണ് അവരുടെ നാവ് വളയുന്നത്. സത്യമല്ല, കാപട്യമാണ് ദേശത്ത് ശക്തിപ്പെടുന്നത്. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു. അവർ എന്നെ അറിയുന്നില്ല, കർത്താവ് അരുളി ചെയ്യുന്നു. ഓരോരുത്തനും അയൽക്കാരനെതിരെ കരുതലോടെ ഇരിക്കട്ടെ. ഒരു സഹോദരനിലും വിശ്വാസം സമർപ്പിക്കുകയും വേണ്ട. സഹോദരന്മാരൊക്കെ ചതിയന്മാരാണ്. അയൽക്കാരെല്ലാവരും ഏഷണിക്കാരും. അവർ അയൽക്കാരനെ വഞ്ചിക്കുന്നു. ഒരുവനും സത്യം പറയുന്നില്ല. കള്ളം പറയാനാണ് അവരുടെ നാവിന് ശീലം. അതിക്രമത്തിൽ മുഴുകി അവർ അനുദപിക്കുന്നില്ല. മർദ്ദനത്തിനുമേൽ മർദ്ദനവും വഞ്ചനയ്ക്കുമേൽ വഞ്ചനയും കുന്നുകൂടുന്നു. അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു. കർത്താവാണ് ഇത് പറയുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരെ ചൂളയിൽ ഉരുക്കി ശുദ്ധീകരിക്കും. എൻ്റെ ജനത്തോട് ഞാൻ മറ്റെന്താണ് ചെയ്യുക? അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ്, അത് വഞ്ചന പൊഴിക്കുന്നു. അയൽക്കാരനോട് സൗഹൃദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ്. കർത്താവ് ചോദിക്കുന്നു, ഈ കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ? കുന്നുകളെ കുറിച്ച് വിലപിക്കുവിൻ, മരുഭൂമിയിലെ മേച്ചൽ പുറങ്ങളെ കുറിച്ച് വിലാപഗാനം ആലപിക്കുവിൻ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അതിലെ കടന്നു പോവുകയില്ല. കന്നുകാലികളുടെ കരച്ചിൽ കേൾക്കാനില്ല. പക്ഷികളും മൃഗങ്ങളും അവിടം വിട്ടുപോയിരിക്കുന്നു. ഞാൻ ജെറൂസലേമിനെ ഒരു നാശകൂമ്പാരവും കുറുക്കന്റെ സങ്കേതവുമാക്കും. യൂദായിലെ നഗരങ്ങളെ വിജനഭൂമിയാക്കും. ഇത് ഗ്രഹിക്കാൻ ആർക്ക് ജ്ഞാനമുണ്ട്? ഇത് വിളംബരം ചെയ്യാൻ ആരോടാണ് കർത്താവ് കൽപ്പിച്ചത്? ആരും വഴി നടക്കാത്ത വിധം ദേശത്തെ നശിപ്പിച്ച് മരുഭൂമിയിലെ പാഴാക്കിയത് എന്തിനാണ്? കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ നിയമം അവർ അവഗണിച്ചു. എൻ്റെ വാക്ക് അവർ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. ദൈവമേ, ജെറമിയ പ്രവാചകൻ 9-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണല്ലോ. എൻ്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയും ആയിരുന്നെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാരെ ഓർത്ത് ഞാൻ രാപകൽ കരയുമായിരുന്നു. പ്രവാചകന്റെ ഉള്ളു നോവുന്നതിനും കരയുന്നതിനുള്ള ആ കാര്യവും പറയുന്നത് ഇവരുടെ എല്ലാ തരത്തിലുള്ള പാപങ്ങൾ ഓർത്തിട്ടാണല്ലോ. വില്ലുപോലെ വളയുന്ന നാവാണ് ഇവർക്ക് കള്ളം പറയാനെന്നും വ്യഭിചാരികളാണ് ഇവരെന്നും സത്യത്തെ ഇവർ മാനിക്കുന്നില്ലെന്നും ഏഷണിക്കാരും ഇങ്ങനെ നിരവധിയായ പാപങ്ങൾ നിരത്തുന്നല്ലോ. പാപത്തില് അനുദപിക്കാനായിട്ട് വചനം തന്നെ പറയുകയാണ്, അവരെ ഞാൻ ചൂളയിൽ ഒരുക്കി ശുദ്ധീകരിക്കും. അടിമത്തത്തിലൂടെ ശുദ്ധീകരിച്ച് കഷ്ടതയുടെ കാസ കുടിച്ച് വേദനയും ദുഃഖവും ഉണ്ടാകാൻ പോകുന്നു. അടിമകളായി തീരാൻ പോകുന്നു. ദൈവമേ, അങ്ങ് കാണിച്ചു തരുന്ന വചനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനു വേണ്ടുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവത്തിൻ്റെ വചനം വളർത്തുന്നവരാകാം, ദൈവത്തിൽ വസിക്കാം. നന്ദി. സ്നേഹമുള്ളവരെ, നിങ്ങളിതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ.